ഹായ് ഹലോ എല്ലാവർക്കും മലയാളം റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പത്തരമാറ്റ് എപ്പിസോഡിൽ മുത്തശ്ശനോടും മുത്തശ്ശിയോടും സംസാരിച്ചതിന് ശേഷം നയന ആരും കാണാതെ അനിയുടെ റൂമിൽ പോയി അനിയുടെ ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാവുന്നുണ്ട് നന്ദുവിനെ ഒരുപാട് തവണ വിളിച്ച കാര്യം നയനക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിനിടെ ഗോവിന്ദേട്ടൻ കനകയെ വിളിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. നയന വന്നതും ആരോടും പെട്ടെന്ന് പോയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്നും മിണ്ടാതെ പോയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കനകയോട് പറയുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട് നന്ദുവിനെ ഒരുപാട് ഉപദേശിക്കണം, കല്യാണം ഫിക്സ് ചെയ്ത് കല്യാണം ആവാറായി, ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊന്നും പറ്റില്ല, എല്ലാവരും നമ്മളെ മാത്രമേ കുറ്റം പറയൂ എന്നൊക്കെ പറഞ്ഞ് കനക ഗോവിന്ദേട്ടനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു നയന. അപ്പോൾ നയനക്ക് കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കനക ഫോൺ വെച്ച ശേഷം നയന പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി, നന്ദുവാണല്ലേ അനിയുടെ മനസ്സിൽ ഉള്ളത്, അതുകൊണ്ടാണല്ലേ രണ്ടാളും സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കനക ഒന്നും മിണ്ടാതെ നിൽക്കുകയും നയന ഒരുപാട് അമ്മയെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് എന്നിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഇനി നന്ദു അനിയെ കാണാൻ പാടില്ല, കല്യാണത്തിൻ്റെ അന്നല്ലാതെ ഇനി കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെങ്ങനെയെങ്കിലും സോൾവ് ആക്കണം എന്ന് പറഞ്ഞ് സങ്കടത്തോടെ നയന പുറത്തേക്കല്ല ബാൽക്കണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദർശ് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കാണാതെ നയന ഏതോ ലോകത്തെന്ന പോലെ അവിടെ ഇരുന്ന് സങ്കടപ്പെടുകയായിരുന്നു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്കൊരു ചായ വരെ കിട്ടിയില്ല, സാധാരണ ബ്ലാക്ക് ടീ വൈറ്റ് ടീ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് കാണാം, ഇന്നൊരു ചായ പോലും കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും നയന കേൾക്കുന്നില്ല. അപ്പോൾ ആദർശിന് മനസ്സിലായി ഇവൾ ഏതോ ലോകത്താണെന്ന് മനസ്സിലാവുകയും നീ ഒന്നും കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ല, ആദർശേട്ടൻ എന്തായിരുന്നു പറഞ്ഞത് എന്ന് പറയുന്നു, നീ ഏത് ലോകത്താണ് എന്നൊക്കെ പറയുകയും അവർ ചുമ്മാ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ വിഷമമല്ല, ഞാൻ എല്ലാവരെയും വിഷമം മനസ്സിലേറ്റി നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ദിവസം എൻ്റെ മനസ്സ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ആദർശനോട് പറയുന്നുണ്ട്. അനിയെക്കുറിച്ച് പറയുമ്പോൾ ആ കാര്യത്തിൽ ഇനിയൊന്നും ചെയ്യാനില്ല എന്നും എല്ലാം ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞതാണെന്നും പറയുന്നുണ്ട്. അതിനുശേഷം അനി മുത്തശ്ശനും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയും അപ്പോൾ മുത്തശ്ശി അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കല്യാണം വേണ്ട മുത്തശ്ശ എന്ന് പറയുമ്പോൾ മുത്തശ്ശനും ദേഷ്യം പിടിക്കുകയും ചെയ്യുന്നുണ്ട്. നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അനി ഒന്നും മിണ്ടാതെ സൈലൻ്റായിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തുണ്ടെങ്കിലും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ദിവസം ഇങ്ങ് അടുക്കാറായി, നീ കല്യാണ ചെക്കൻ്റെ വേഷത്തിൽ കല്യാണ ദിവസം ഇറങ്ങിയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. അനിയും ഒരുപാട് വിഷമത്തിൽ ആയിരുന്നു. അങ്ങനെ അനി പറയുന്നുണ്ട്, അനാമിക ഒരു എടുത്തുചാട്ടമുള്ള പെൺകുട്ടിയാണ്, അങ്ങനൊരു പെൺകുട്ടി ഈ കുടുംബത്തിൽ വന്നതിനാൽ അത് കൂടുതൽ പ്രശ്നമാവുകയല്ലേ ചെയ്യുള്ളൂ മുത്തശ്ശ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ സമ്മതിക്കുന്നില്ല. അതിപ്പം എല്ലാ ഫാമിലിയിലും അങ്ങനെ തന്നെയാണ്, രണ്ട് സാഹചര്യമുള്ള വീടുകളിൽ നിന്ന് വന്ന് കല്യാണം കഴിച്ച് വരുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക എന്നും പറയുകയും, നീ കാണിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദേഷ്യത്തോടെ അനിയോട് സംസാരിക്കുകയും അനി സങ്കടത്തോടെ മടങ്ങുകയും ചെയ്യുന്നു. ശേഷം നയന സോഫയിലിരുന്ന് കരയുന്നത് കണ്ട് അതിലൂടെ പോവുകയായിരുന്ന ജലജയും ആദർശിൻ്റെ അമ്മയും അവളുടെ അടുത്തേക്ക് പോവുകയും, എന്താണ് നീ കരയുന്നത്, വല്ലതും ഒപ്പിച്ചോ എന്ന് ജലജ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂന്നാൾക്കാർ തമ്മിൽ സംസാരം ഉണ്ടാവുകയും നിർമ്മൽ പിടിയിലായാൽ അറിയാം ആരാണ് കുറ്റം ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് നയന. അപ്പോൾ ജലജ പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാനും എൻ്റെ മകനും ഇതൊക്കെ മറന്നു, പിന്നെ വീണ്ടും എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ബാക്കിലൊക്കെ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആരാണ് തെറ്റ് ചെയ്തത് എന്ന് നമുക്കറിയാം, പോലീസ് കണ്ടുപിടിച്ചോളൂ എന്നൊക്കെ പറയുമ്പോൾ ജലജ പേടിച്ചു വിറക്കുന്നത് കണ്ട്
ആദർശൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇവൾ പറയുന്നത് ശരിയാണല്ലോ, നീ എന്താണ് ഇത് കേട്ടിട്ട് നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്നും ചോദിക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനൽ എല്ലാവരും നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.